എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിഗോണിയ എന്ന ചെടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പൂക്കളുടെ ഭംഗിയും ഇലകളുടെ സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെടിയാണ് ബിഗോണിയ. ഇതിൻ്റെ ജന്മദേശം സൗത്ത് അമേരിക്കയിലാണ്. ബിഗോനാസിയ എന്ന ഫാമിലിയിൽപ്പെട്ടതാണ് ഈ ചെടി. 1500-ലധികം വ്യത്യസ്ത വകഭേദങ്ങളിൽ ഈ ചെടി കാണപ്പെടുന്നു. ഇലകളുടെ കളറ് തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഓരോ ചെടിയുടെയും ഡിസൈനും കളറും വ്യത്യസ്തമായിരിക്കും. ബിഗോണിയക്ക് ഈ പേര് നൽകിയത് ഫ്രഞ്ച് ബൊട്ടാണിസ്റ്റ് ആയിരുന്ന മൈക്കോൾ ബിഗോൺ ആണ്. അതിമനോഹരമായ ചെടിയായതിനാൽ തന്നെ ഇത് ഓഫീസുകളിലും വീടുകളുടെ ബാൽക്കണികളിലും സ്ഥാപിക്കാൻ അനുയോജ്യമാണ്. ഈ ചെടിയെ ഫ്ലോറൽ ചെടിയെന്നും, അതായത് പുഷ്പമുണ്ടാവുന്ന ചെടികളെന്നും, ഫോളിയേജ് ചെടികളെന്നും, അതായത് പുഷ്പങ്ങളില്ലാതെ ഇലകൾ മാത്രം ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളെന്നും രണ്ട് രീതിയിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറിയ പൂക്കളാണ്, കുഞ്ഞൻ പൂക്കളാണ്. എന്നാൽ ഇത് പല നിറങ്ങളിലും. ഇതിൻ്റെ തണ്ടുകൾ വളരെ സോഫ്റ്റായ വെള്ളം കൂടുതലുള്ള തണ്ടുകളാണ്. ഇതിൻ്റെ അടിഭാഗത്ത് എല്ലായ്പ്പോഴും ഈർപ്പം തങ്ങി നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് ചീഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. തണ്ടിൽ നിന്ന് വളരെ നീളത്തിലാണ് ഇലകൾ ഉണ്ടായി വരുന്നത്. വെള്ളം ഡ്രൈ ആവുന്നതിനനുസരിച്ച് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തൈ നടുന്നതിന് വേണ്ടി മൂത്ത തണ്ടിൽ നിന്നാണ് ശിഖരം ശേഖരിക്കേണ്ടത്. ഈ തണ്ടിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ തൈ ശേഖരിക്കാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഈ തൈ എടുക്കുന്നത് തൈ നല്ല രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായി ഇതിൻ്റെ ഇലകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിന് നല്ല മൂത്ത ഇലകളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇലയുടെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ചരിച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്തെടുത്ത തൈകൾ എങ്ങനെ നടാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ചെടിച്ചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കല്ലാണ്. അതല്ലെങ്കിൽ ഓട് കഷ്ണങ്ങൾ ഉപയോഗിക്കാം. മണ്ണ് നേരെ എടുത്ത് നേരെ ചട്ടിയിലേക്ക് നിക്ഷേപിക്കുക. ആവശ്യമില്ലാത്ത കല്ലുകളൊക്കെ തന്നെ പെറുക്കി കളയുക. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രോ ടിപ്പ് എന്ന് പറയുന്നത് അല്പം കരിയിലകൾ, ഈ കരിയിലകൾ അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വേരോട്ടം സാധ്യമാകും. കരിയില ഞാൻ ഇതിലേക്ക് നിക്ഷേപിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വളം ഇതിലേക്ക് നിക്ഷേപിക്കാം. നടുന്നതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് അല്പം മണ്ണ്, അല്പം മെറ്റൽ. ഇത് പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ വേസ്റ്റാണ്. ഇത് ചേർക്കുന്നത് വളരെ അത്യുത്തമമാണ്. അതുകൂടാതെ വേപ്പിൻ പിണ്ണാക്ക്. ഇത് മൂന്നുമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യമായി വേപ്പിൻ പിണ്ണാക്ക് ഇതിലേക്ക് നിക്ഷേപിക്കുക. അതിനുശേഷം കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് മണലും കൂടി നിക്ഷേപിക്കാം. ഇത് അല്പം ഒന്ന് കുഴച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് വേരിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മണൽ അല്പം മതി. മണൽ കൂടുന്തോറും മണ്ണ് കടുപ്പം കൂടാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച ചെടി നടാവുന്നതാണ്. ചെറിയ രീതിയിൽ മണ്ണ് മാറ്റി കൊടുക്കുക. അധികം ആഴത്തിലേക്ക് പോകേണ്ടതില്ല. സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇലയും നടേണ്ടത്. ആദ്യം ചെറിയ രീതിയിൽ കുഴി കുഴിക്കുക, ഇല വെച്ച് കൊടുക്കുക. അതിനുശേഷം അല്പം മണ്ണ് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുക. 15 ദിവസത്തിന് ശേഷം ഇത് മുളക്കാൻ തുടങ്ങുന്നതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നൽകുക. എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് വളരെ അത്യുത്തമമാണ് ഈ ചെടിക്ക്.
ചെടികൾ നടുന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. നമ്പർ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഈ ചെടി ആവശ്യമുള്ളവർ ഇതിൽ ചേർത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യേണ്ടതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.